ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബോൺ നത്താലെ, തൃശ്ശൂർക്കാരുടെ സ്വന്തം ബോൺ നത്താലെ ഇന്നലെ 27th നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. 11 വർഷമായി ആക്ച്വലി ബോൺ നത്താലെ സ്റ്റാർട്ടായിട്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബോൺ നത്താലെ കാണുന്നത്. നല്ല അടിപൊളി ഒരു വെറൈറ്റി ഒരു സംഭവമായിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഇതാ ഒരേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു 1 lakh സംതിങ് ഉണ്ട്. നമുക്കിത് ഗിന്നസിലൊക്കെ കയറിയിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് സംഭവമാണിത്. സോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും നമുക്ക് വൺ ടൈമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. നമ്മളിത് സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് തൃശ്ശൂർ റൗണ്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് കയറുന്നത്. അപ്പോൾ സെൻറ്റ് തോമസിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് ഈ പാപ്പന്മാരെല്ലാവരും ഈ ക്യാപ്പും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ ഫസ്റ്റ് വ്യൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷെ അത് എന്തോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയി, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. ഈ സെൻറ്റ് തോമസ് കോളേജ് റോഡും അതുപോലെ തന്നെ നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും സ്പീക്കറുകളും കാര്യങ്ങളും വെച്ചിട്ട് പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ക്രിസ്മസ് കരോള് പോലെയുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ കുറച്ച് കഴിയുമ്പം ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വെറുതെ നടക്കുന്നേ ഉള്ളൂ. അത് കഴിയുമ്പം അവർ ഡാൻസിങ് ഒക്കെ തുടങ്ങും. അതും കാണാനായിട്ട്, അതായത് എല്ലാവരും ഈ ഒരു 1 lakh ഓളമുള്ള ഈ പാപ്പാസ് എല്ലാവരും കൂടി ഒരേ മൂവിങ്ങിൽ ഡാൻസ് ചെയ്യുമ്പം അത് കാണാനായിട്ട് ഒരു പ്രത്യേക രസമായിരുന്നു. പിന്നെ ഒരുപാട് ക്യാമറാമാൻ, അതായത് നമ്മുടെ TV ന്യൂസ് ചാനൽസൊക്കെ കവർ ചെയ്യാനായിട്ട് ഒരുപാട് ചാനൽസിൽ നിന്ന് ഉണ്ടായിരുന്നു ആൾക്കാർ. ഇപ്പോൾ എല്ലാവരും ഇതാ വെറുതെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അപ്പം എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. കാരണം ഇത്രയും അധികം ആൾക്കാർ ഒരേ കോസ്റ്റ്യൂമിൽ നടക്കുന്നത് മേ ബി വേറൊരു സംഭവം ഇല്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഗിന്നസിലേക്ക് കയറിയത് തന്നെ. അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരം കാണാനായിട്ടൊക്കെ പല സ്ഥലത്തുനിന്ന് വരുന്ന പോലെ ഇയർലി വൺസ് ഇത് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ടാബ്ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് റൗണ്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ടാബ്ലോ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ജസ്റ്റ് ഈ കുട്ടികൾ നടന്നു പോകുന്ന ഒരു എൻട്രിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയധികം ആൾക്കാർ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ കാണാനായിട്ടും ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നടക്കാനായിട്ടും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പാവങ്ങളെ എത്രയോ നേരം നിന്നിട്ടായിരിക്കും ഇപ്പോൾ ഇതൊക്കെ വരുന്നുണ്ടാവാമെന്നറിയോ. സോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് 1 ടൈമെങ്കിലും ഒന്ന് കാണാവുന്ന ഒരു സംഗതിയാണെന്നാണ് കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ചിലവരൊക്കെ ഈ ക്യാപ്പിൽ തന്നെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ചിലവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. കണ്ടോ, ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബോൺനത്താലെ വിശേഷങ്ങൾ. ഞാൻ കണ്ട കാഴ്ചകളും കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനായിട്ട് മറക്കരുത്. വേറെ വീഡിയോസായിട്ട് നമുക്കിനി കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.